ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സോഫ്റ്റും പഞ്ഞി പോലെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്കും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു 4 പാത്രം പച്ചരിയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. കുറച്ച് കൂടുതലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തയ്യാറാക്കാം. 2 ഗ്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിരാനായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു 6 മണിക്കൂർ കഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങാവെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ലപോലെ വെള്ളമുണ്ട്. അപ്പം നമുക്കിത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഇത്രയും തേങ്ങാവെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 ഗ്ലാസോളം തേങ്ങാവെള്ളമുണ്ട്. തേങ്ങാവെള്ളം എത്രയും കൂടുതൽ ഉണ്ടോ അത്രയും നല്ലതാണ്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി അടച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു തേങ്ങാവെള്ളം എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ എപ്പോഴാണോ അരി വെള്ളത്തിൽ കുതിരാനിടുന്നത് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു തേങ്ങാവെള്ളവും ഇതുപോലെ തന്നെ പഞ്ചസാര മിക്സ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇന്ന് അപ്പത്തിൻ്റെ കൂടെ ഞാൻ ഒരു ഗ്രീൻ പീസിൻ്റെ കറിയും കൂടാണ് വെക്കുന്നത്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാത്രം ഇതുപോലെ ഈ ഒരു പാത്രത്തിനളന്നാണ് ഞാൻ എല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിനൊരു പാത്രം ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്കൊരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. 6 തൊട്ട് 8 മണിക്കൂറോ 10 മണിക്കൂറൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. കൂടുതൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു അരി കുതിരാൻ വെച്ചിട്ട് 8 മണിക്കൂറായിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം പകുതിയോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി അരിയോളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങ ഇവിടെ തിരുമിയത് എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ പൊട്ടിച്ചാണ് എടുത്തത്. അതിൻ്റെ പകുതി തേങ്ങയാണ് തിരുമിയിരിക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള ഒരു തേങ്ങയായിരുന്നു. അതിൻ്റെ നേർപകുതി ഞാനിവിടെ ഈ ഒരു 4 ഗ്ലാസ് അരി ആയത് കാരണം നമ്മൾ പകുതി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു പകുതി തേങ്ങ നമ്മൾ എടുത്തിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 2 ട്രിപ്പായിട്ട് നമുക്ക് അരയ്ക്കാനുള്ള അരിയും തേങ്ങയും ഉണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളമാണ്. നമ്മൾ പഞ്ചസാര ഇട്ട് തേങ്ങാവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒരുപാട് അങ്ങ് വെള്ളമായി പോകരുത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലൊക്കെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ മാവ് ഫസ്റ്റ് ട്രിപ്പ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മൺകലമാണ് എടുത്തിരിക്കുന്നത്. പഴയ മൺകലവോ പുതിയ മൺകലവോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മൺകലവാണെങ്കിലും നല്ലതാണ്. ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൺകലവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിയ മൺകലം എടുക്കണം. അപ്പോൾ ഫുള്ള് മാവ് ഞാൻ ഫസ്റ്റ് ട്രിപ്പിലേത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ട്രിപ്പ് കൂടെ നമുക്ക് അരി ഒന്ന് കഴുകി ഇതിലേക്കെടുത്ത് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ട്രിപ്പ് ബാക്കിയിരുന്ന അരിയും തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തവി ചോറാണ്. നല്ലൊരു തവി ചോറ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഓൾറെഡി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഈ ഒരു തേങ്ങാവെള്ളം കലക്കിയ സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്തിരുന്നു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. അപ്പം മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്
ഈസ്റ്റാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതെന്ന് പറഞ്ഞാൽ ചെറിയ ഈസ്റ്റ് ആയിരിക്കും, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് തേങ്ങാവെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ല ഈസ്റ്റ് ആയിരിക്കണം, കാരണം നമ്മൾ പഴകിയ ഈസ്റ്റൊക്കെ ആണെങ്കിൽ പുളിച്ച് പോരാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാവെള്ളം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി അല്ലാതുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലൊക്കെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ രണ്ടാമത്തെ ട്രിപ്പ് മാവ് ഇവിടെ അരച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒരു തുള്ളി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറൂടെ കഴുകി ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കാം. മിനിമം ഒരു 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ 10 മണിക്കൂർ അങ്ങനെ മുമ്പോട്ട് 6 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഇത് പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു മൺകലത്തിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുളിച്ച് കയറിയോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. മൺകലത്തിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ പാലപ്പം. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് വേണമെങ്കിലും ഇതുപോലൊക്കെ ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. തവിയിട്ട് നമ്മുടെ മാവ് ഇവിടെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഒരു 7-8 മണിക്കൂറായിട്ടുണ്ട്. ഞാനിവിടെ തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ മാവ് ഇവിടെ നന്നായിട്ട് പുളിച്ച് കയറിയിട്ടുണ്ട്. ഉണ്ടില്ലേ? പ്രത്യേകിച്ച് ഈ ഒരു മൺകലത്തിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാവ് പുളിച്ച് കയറുകയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കൂടുതൽ പുളിച്ച് കയറി കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. കണ്ടില്ലേ, നന്നായിട്ട് പുളിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അപ്പം ചുടാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബബിൾസൊക്കെ വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാനത്. അപ്പം നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. പൊള്ളിയോ കയ്യ? അപ്പോൾ ഓരോന്ന് നിങ്ങൾ ഇതുപോലൊക്കെ ചുട്ടെടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിനുള്ള ഒരു ഗ്രീൻ പീസ് കറിയും കൂടെ തയ്യാറാക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും നല്ല അടിപൊളി പാലപ്പം തയ്യാറാക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പം നമ്മൾ ഈ ഗ്രീൻ പീസ് കുതിർക്കാൻ വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്കൊന്ന് വാരിയിടാം. അപ്പോൾ ഇതാ ഫുള്ള് ഞാനിവിടെ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഗ്രീൻ പീസിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള, ഒരു തക്കാളി, 4 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, വലിയൊരു ഉരുളക്കിഴങ്ങ്, ഒരു 10 അല്ലി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കഴുകി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കാനുള്ളതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഗ്രീൻ പീസ് കറി അപ്പത്തിൻ്റെ കൂടെ ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാനുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നേർക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ഒരു 5-6 വിസിലൊക്കെ വരുമ്പോഴേക്കും ഇത് നമുക്ക് വെന്ത് കിട്ടും.
ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തവിയിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒരു 4-5 വിസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഒത്തിരി അങ്ങ് കൂടുതൽ അങ്ങ് വെന്ത് പോവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഇത് ഇരുന്ന് കുറച്ചുകൂടെ നല്ല കുറുകി വരും. അത് കാരണമാണ്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിവിടെ കടുക് വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്പവും ഗ്രീൻ പീസ് കറിയും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.